199. പറ്റിച്ച്. I'm so clever. പറ എന്താന്ന്? They weren't actually from me. Especially for you. Okay. കൊള്ളാലോ എന്താ ആപ്പോ? പറഞ്ഞില്ലേ പിങ്ക് ബോക്സ് ഞാൻ ഇതിന് ഭയങ്കര റീച്ച് ഉണ്ടാവും. What do you mean, sir? എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. നെക്സ്റ്റ് അൺറാപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസു സ്റ്റോക്ക് സ്ട്രീറ്റ്. ഇന്ന് എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഇന്നേക്ക് ഞാൻ ഭൂമി വന്നിട്ട് ഒരു ക്വാർട്ടർ സെഞ്ചുറി അടിച്ച ദിവസമാണ്. ഒഫീഷ്യലി പറയുകയാണെങ്കിൽ 25 years ആയി. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസത്തെ ടിസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഗിഫ്റ്റുകളും ഇതെങ്ങനെ തുടങ്ങണേന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ഇത് എൻഡ് ചെയ്യണേ. നീ എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ പറയണത് വരെ തിരിഞ്ഞു നോക്കരുത്. എന്തിനാ നേരത്തെ കൊറേ നേരം പുറത്തു പോയേ? എനിക്ക് തോന്നണ എന്താണെന്നറിയോ, നീ എന്റെ വീഡിയോ ചെയ്യാൻ പോവാണോ? ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ചെയ്ത പോലെ ആടാ. നീ തിരിഞ്ഞു നോക്കിക്കോ. ഇത് കൊള്ളാലോ. എന്താ ആപ്പോ? ഞാൻ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഫോൺ എടുത്ത് നോക്കിയേ. ഇത് സ്കാൻ ചെയ്യണോ? Okay, start. What's your nickname? Happy birthday, my love. Today a little adventure awaits you. Follow the clues, unlock the surprises, and let each lead you closer to a treasure I have prepared just for you. Are you ready to begin? Your birthday adventure starts now. Okay. Treasure hunt alle. അപ്പൊ ഓക്കെ, നീ ഇപ്പൊ ജസ്റ്റ് താഴെ വെയിറ്റ് ചെയ്യൂ. നമുക്ക് അന്നേരം തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അവൻ എന്താ അവിടെ ചെയ്യാൻ പോണെന്ന് എനിക്കൊരു വീഡിയോ ഇല്ല. ഇത് താഴെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാ. ലിഫ്റ്റ് വന്ന് നമുക്ക് താഴെ പോയി നോക്കാം എന്താ സംഭവിക്കണേ. നമുക്ക് ട്രഷർ ഹണ്ട് പോലത്തെ എന്തോ ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നണേ. എനിക്ക് അങ്ങനെ വലിയ പിടിയില്ല. അവൻ സ്റ്റിൽ റൂമിലാണ്, അവൻ താഴേക്ക് വന്നില്ല. വെയിലൊക്കെ ഉണ്ട്, കുറച്ച് നടക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതെന്താ സംഭവം എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ ട്രഷർ ഹണ്ടൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും എടുത്തിട്ട് പോകത്തില്ലേ അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അവൻ പക്ഷെ സ്റ്റിൽ റൂമിലാണ്, ഇതുവരെ താഴേക്ക് വന്നില്ല. അറിഞ്ഞൂടാ എന്താ നടക്കണേന്ന്. വേറൊരു ഡോറും കൂടി ഉണ്ട്, വേറൊരു എക്സിറ്റ് കൂടി ഉണ്ട്. ഇനി അതിൽ കൂടെ അവൻ പുറത്തേക്ക് പോയോന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അടുത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര എക്സൈറ്റഡ് ആവും. ഇതെങ്ങനെ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടും ഇതെങ്ങനെ വരും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർ ആവാണ്ടാണ് സംസാരിക്കണേ. എങ്ങനെയാണ് നിങ്ങൾ എടുക്കാൻ പറയുന്നതൊന്നും എനിക്കറിയാൻ പാടില്ല. ബട്ട് എനിക്കൊരു കാര്യം അറിയാം, ദാറ്റ് ഐ എം ഗോണ പോസ്റ്റ് ദിസ് വീഡിയോ എനിവേ. ലെറ്റ്സ് സീ. സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഇതുപോലെ നല്ലൊരു അടിപൊളി കെട്ടിയോനാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിപ്പോൾ എവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചറിയാം. അവിടെ പോയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഇതിൻ്റെ പുറത്ത് വന്നിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പുറത്ത് വന്ന് ഇരിക്കുകയാണ്. സൗണ്ട് എന്തായാലും ക്ലിയർ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല കാറ്റും വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. സ്റ്റിൽ അവനെ കാണാനില്ല കേട്ടോ. ഞാനൊട്ട് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തന്നെ കണ്ടത് എന്തോ ഒരു ആപ്പാണ്. ആ ആപ്പിനകത്ത് സ്കാൻ ചെയ്യണം, അങ്ങനെയാണ് വന്നത്. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവിടുത്തെ എന്തോ വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും നോക്കുന്നത്. അതെന്തോ ആപ്പായിരുന്നു. അങ്ങനെ എന്തോ ചെയ്യണേ. ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അതെനിക്ക് തോന്നുന്നു. എൻ്റെ എല്ലാ ബർത്ത്ഡേസ്, ഓൾമോസ്റ്റ് എല്ലാ ബർത്ത്ഡേസും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ദൈവമുണ്ടല്ലോ. ഗൂഗിൾ മാപ്പ് മര്യാദയ്ക്ക് നോക്കാൻ അറിയാൻ പാടില്ലാത്ത എൻ്റെ അടുത്താണ് നീ ഡയറക്ഷൻ അനുസരിച്ച് നടക്കാൻ പറയണേ. അപ്പൊ അങ്ങോട്ടേക്കാന്ന് തോന്നുന്നു, ഇച്ചിരി അങ്ങോട്ടേക്കല്ലേ? ആരും എങ്ങോട്ടാണല്ലോ കാണിക്കണേ. നിക്ക് ഇവിടെ നിന്നിട്ട് ഞാൻ മര്യാദയ്ക്ക് ഒന്നുകൂടെ നോക്കാം. വഴിയുള്ള സ്ഥലത്ത് കൂടി പോവുള്ളൂ. അത് മനസ്സിലാവുള്ളത് ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അങ്ങോട്ടേക്കാണ്. അപ്പേ ആയിരിക്കാതിരിക്കാം. ഫുൾ സ്ട്രെയിറ്റ് ആണല്ലോ. വണ്ടി നമ്മൾ അവിടെയല്ലേ കൊണ്ടുപോയി പാർക്ക് ചെയ്ത്. ഇനി വണ്ടിയിൽ എന്തെങ്കിലും ആണോ? എ പ്ലേസ് as endless as my love എന്നല്ലേ പറയണേ. അപ്പൊ ബീച്ചാണോ? ബീച്ചല്ലേ? ബീച്ചായിരിക്കും. എന്റെ സ്നേഹം പോലെ എന്താവാത്തൊരു സ്ഥലം എന്നല്ലേ പറയണേ. 200 meters. ബീച്ച് ആവാനാണ് ചാൻസ് അല്ലേ? ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇതെങ്ങനെയാ നീ സെറ്റ് ചെയ്തേ?
ഇങ്ങനെ ഷോ എന്തുകൊണ്ട് എനിക്ക് പൊട്ടി ഡെഫിനറ്റ്ലി അത് ബീച്ചായിരിക്കും. ബീച്ചാണോ പറ? One eternity later. ഓഫ് കോഴ്സ് ബീച്ച്. ഞാൻ പറഞ്ഞു 68 മീറ്റർ ബീച്ച്. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ബീച്ച് കാണാൻ എന്തൊരു ഭംഗിയാണ്. എന്നാ കളറാണ്. ബീച്ചിനകത്തേക്ക് കയറണം. 23 meters. The spot was found. എവിടെ? ദേ നെക്സ്റ്റ് അടിക്ക്. അതെങ്ങനെ ഇവിടെ എന്തോന്നില്ലേ ഇപ്പേ? സ്പോട്ട് പാസ് പോകണ്ട. അപ്പൊ എന്താ ഇവള് കാണിക്കണെന്നുള്ള നെക്സ്റ്റ് അടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. Congratulations, you found the location. 100 points കിട്ടി എനിക്ക്. I brought you here just to say this. Look at the waves. They never stop, just like my love for you. It's endless, always returning and always finding its way back to you. Being here with you now makes me realize that every moment with you is like standing at the edge of the ocean, vast, beautiful and infinite. I love you, city. Next, where our story continues. ഇനി ഞാൻ തിരിച്ചു പോണോ? 473 മീറ്റർ. ഓക്കെ, ഞാനോർത്തേ വേവ്സിന്റെ അവിടെ എന്തോ സാധനം ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കർത്താവ് ഇനി ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയില്ലേന്ന് ഓർത്തു. ഓക്കെ, so excited for the next place. അതെനിക്ക് തോന്നണേ. Where our story continues. വീടാണോ? ആയിരിക്കാം. Where our story continues. അപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടിലാവാൻ ചാൻസ് ഉണ്ട്. കാരണം വീട്ടിലാണല്ലോ നമ്മുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോണേ. പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് 400 സംതിങ് മീറ്റർ ആയിരുന്നു. ആ സെയിം മീറ്ററാണ് ഇപ്പോഴും കാണിക്കണേ. അപ്പം മിക്കവാറും വീടായിരിക്കും. വീടാവാനാണ് ചാൻസ്, പക്ഷെ എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇത്ര മീറ്റർ കണ്ടപ്പോൾ ഞാൻ ഗസ് ചെയ്തത് കറക്റ്റ് ആയില്ലേ, ബീച്ചാണ് ഞാൻ പറഞ്ഞത്. 267 മീറ്റർ. ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കില്ലേ, ഈ വാച്ച് നീ കിട്ടുമൊക്കെ ഇങ്ങനത്തെ വാച്ചാണോ നിനക്ക് ഇഷ്ടം? ഇനി വാച്ച് ആയിരിക്കുമോ? 42 meters. Spot has found. Okay. Welcome back home, my love. This is where the real adventure begins. Okay, a journey I planned just for you. Every clue you find from here will lead you to little surprises I have hidden along the way and eventually to something very special waiting for you. Okay. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടി സർപ്രൈസസ് ഉണ്ട്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. Do you remember the very first little surprise I sent you when you were in the UK? Very little surprise. അവിടേക്ക് അയച്ചത് എന്തായിരുന്നു? ഡ്രസ്സും സൺഗ്ലാസും മറ്റേ ഫ്രെയിമും. ഇതിനകത്ത് ഏതാ ഫസ്റ്റ് അയച്ച നീ? ഫസ്റ്റ് അയച്ച സർപ്രൈസ് എന്തായിരുന്നു? ഡ്രസ്സൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ അയച്ചത്. ഡ്രസ്സും ഫ്രെയിമും പിന്നെ ബർത്ത്ഡേക്കാണ് നീ ഇത് രണ്ടും അയച്ചത്. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല. ഡ്രസ്സ് അല്ലേ? ടോപ്പല്ലേ നീ തന്നത്? ടോപ്പ് അടിക്കട്ടെ? നീ അടിച്ചു നോക്ക്. Was the wrong answer? Sorry, the current. ഫസ്റ്റ് ഗിഫ്റ്റ് Very good. The question is answered correctly. Thank you. Yes, it was a rose. The simple flower carried all my love across oceans, straight to your heart. And today I want to bring that same magic back to you. A little piece of my heart is waiting in a place that quietly holds words, letters, and secrets meant only for us. Hint: on the ground floor, there's a small keeper of messages patiently waiting. എനിക്കറിയാം അതെന്താണ്. വിത്തൗട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, എന്താണല്ല എവിടെയാണ് സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. Well done, my love, you have found gift. But this is just the beginning. Are you ready to the next service? Type the number you see on the gift. ഗിഫ്റ്റ് എടുക്കാതെ. Okay. Oh. Number 1.
തുറക്കാമോ? അടച്ചോ, അത് തുറക്കാൻ പാടില്ല. ഇത് തുറക്കാൻ പാടില്ലേ? ഓക്കെ. ഇവിടെ എനിക്ക് നമ്പർ 1 ആണ്. അപ്പൊ ഞാനിനി നമ്പർ 1 എവിടെ അടിക്കണം അല്ലേ? നമ്പർ 1 ആൻസർ. വെരി ഗുഡ്. I love you have always had the magic to turn simple ingredients into creations that bring joy to everyone. And I know how proud you are of all the smiles you have created with your cakes, and your cooking fills our lives with love and warmth. Your next surprise is waiting in the place where your talent truly shines, where sweetness rises, aromas dance, and every dish carries a piece of your heart. Go see where the magic happens. Think of the heart of every baker's magic, where the heat makes the magic happen. My oven. Let's go. അതെന്തായിരിക്കും? ഇത് റോസ് അല്ലല്ലോ ഇതിന്. ഓ റോസ്. ഓക്കെ, റോസ് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത സ്പോട്ട് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ. Okay. Okay, 100 points. I love this is the place you adore most in our home, where during the day the sparkling beach stretches out before us, and at night the city lights twinkle like, and every moment together feels infinite. Balcony. Very easy. Gift എന്താണ്? Unwrap all the 3 gifts. We'll give you a code to pass to the next level. Oh, such. എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടിയത് ഇതാണ്. അപ്പൊ നമുക്ക് ഇത് അൺറാപ്പ് ചെയ്യാം. അതൊരു കാർഡാണ്. ചോക്ലേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വേറെ എന്താ എനിക്ക് മനസ്സിലാവണില്ല. പൂവില്ല, എന്തായാലും ഫ്ലവർ ഇല്ല. ഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ കാണില്ലായിരുന്നല്ലോ. കണ്ടേനേലോ പണ്ട് UK വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് നീ തരണ ഗിഫ്റ്റൊക്കെ അൺറാപ്പ് ചെയ്യണ ഒരു ഫീലല്ല, ഓർമ്മ വന്നു. ഇതിനാണ് നീ വെട്ടം വേണം എന്ന് പറഞ്ഞല്ലേ. എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ഇല്ല, അതല്ല ബീച്ച് കാണണ്ടേ? ബീച്ച് നൈറ്റി കണ്ട രസമില്ല. ഹെയർ ഡ്രൈയിങ് ടവലോ? വാട്ട് യു മീൻ സറോ? ക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ക്യൂട്ട്. കൊള്ളാം. നെക്സ്റ്റ് അൺറാപ്പ് ചെയ്യാം. ഓക്കെ. ഇതിന് ഭയങ്കര വീച്ച് ഉണ്ടായിരുന്നു. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ പിങ്ക് ബോക്സ്. ഞാൻ നിന്റെ ഫോണിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ എന്തോ എന്റെ ഗിഫ്റ്റ് ആണെന്ന്. ഇത് ഭയങ്കര വീച്ച് ഉണ്ടല്ലോ. ഇതെന്താ പറഞ്ഞത്? സ്പെഷ്യലി ഫോർ യു. ഓക്കെ, താങ്ക് യു. നല്ല വീച്ച് ഉണ്ടല്ലോ. എന്താണിത്? ഇതെന്താ പറഞ്ഞത്? തുറന്നു നോക്ക്. ഇത് തുറക്കണേ. തുറക്കാൻ പറ്റുന്നില്ല. ആദ്യം ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. പിങ്കി ബോക്സ്. കൊള്ളാൻ രസമുണ്ട്. Especially for you to see a world in a grain of sand and heaven in a wildflower. നല്ല സ്മെല്ലുണ്ടല്ലേ? ശരിയാണല്ലോ. ആംബറൊക്കെ നീ ഉണ്ടാക്കിയതാണോ? അത് നീ ഇങ്ങനെ മേടിച്ചതാണോ? നോക്ക് നീ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഈ സാധനം അല്ലേ? ക്യൂട്ട് സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാസ്ക് അല്ലേ ഇത്? ഐ മാസ്ക്. എനിക്കിത് വേണമെന്നുണ്ടായിരുന്നു. ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ വെച്ച എല്ലാ ദിവസം കിടന്നിറങ്ങി. നല്ല സോഫ്റ്റ് സാധനം. അശ്ശടാ, ഒരു വിഷ് സ്ക്രഞ്ചി. ഞാൻ കണ്ടില്ല ഇതിനകത്ത് ഫ്ലവേഴ്സ്. അശ്ശടാ,
ഇത് മറ്റേ മഗ്ഗല്ലേ, ഹോപ്പ് ലവ് ജോയ്. ഇത് ക്യാൻഡില്. ക്യാൻഡില് വേണമായിരുന്നു അല്ലേ? ബാത്ത് ബോംബല്ലേ ഇത്? ചപ്പിലടാ. എനിക്ക് ശരിക്കും ഈ സ്ട്രോ വേണമെന്നുണ്ടായിരുന്നു. സ്റ്റീലിന്റെ സ്ട്രോ. ഇതെന്താ പണ്ടത്? എടി പോലെ ഇരിക്കണ ടവല്. ഹാങ്കർചീഫ്. അയ്യോ ഫറ. എന്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഫറിന്റെ സോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോപ്പിട്ട് കുളിക്കാം. ഷവർ ജെല്ലിനെ കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കാം. ഇല്ല, ഒരു വലിയൊരു സാധനം ഉണ്ടല്ലോ. അതൊന്നിട്ടത് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. But let's open this. എല്ലാം പിങ്കിഷ് ആണ്. പിങ്കി ബർത്ത്ഡേ ആണ്. നെക്സ്റ്റ് വൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പെർഫ്യൂമാ? ക്ലിങ് വെച്ചേക്കണ്ട. ആ ക്യാപ്പ് വീണതാണ്. ഹാർട്ട്, ശരിക്കും ഒരു ഹാർട്ടിന്റെ ഒരു രസമല്ലേ? ഇത് അടപ്പ് നോക്കി. നല്ല സ്മെല്ലുണ്ടല്ലോ. നമുക്ക് കിട്ടിയ 3 ഗിഫ്റ്റും നമ്മൾ അൺറാപ്പ് ചെയ്തു. ഇതാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള കോഡ്. ഞാൻ പറയാന്ന് പറഞ്ഞേ. ഞാൻ അവിടുത്തെ 0 ആയിരിക്കും. കോഡ് നിന്റെ ബാക്കിലുള്ള നമ്പർ 25 K25 ഇട്ടു. 100 പോയിന്റ്സ് എനിക്ക് കിട്ടി. My love, here's a little secret. The first 3 gifts you found today were just a playful start. They weren't actually from me. പിന്നെ ഇത് ആരുടെ അടുത്തുനിന്നാ? ചേച്ചി അയച്ചതാണത്. നെക്സ്റ്റ് അടി. Can you guess who sent them as a little surprise? If your guess is correct, I will give you a... ചേച്ചി, നവ്യ ചേച്ചി ആണോ? എനിക്ക് തോന്നി. അയ്യോ, താങ്ക് യു. ഞാൻ അടുത്ത് നീയാത്. അയ്യോ, താങ്ക് യു ചേച്ചി. ഇത് എന്നിട്ട് if your guess is correct, I will give you the code to pass to the next level. 18. Last one എന്ന് തോന്നുന്നു. Okay. Exactly, those gifts were just a wrap up. But now the real surprise is here, prepared by me just for you. Use the number 199. It will help you unlock the final surprise, but you will have to figure out what it opens. 199. Your last gift is waiting, filled with all my love and memories of us. അത്രേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ആണത്. ലാസ്റ്റ് ക്ലൂ ആയിരുന്നു. പക്ഷെ അതൊന്നുകൂടെ വായിക്കാൻ പറ്റുമോ? എന്തായിരുന്നു? 199 അടിക്കണോന്നാ? 199 വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റണ എന്തെന്നുള്ളതെന്ന്. ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന്. 199 എന്നുള്ള കോഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓ, കോഡ് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റാണെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റേ ട്രോളി ബാഗ് ആയിരിക്കും. ആണോ? എന്താണ് എന്തോര സാധനങ്ങളാണ്. ഇതുവരെ ഞാൻ അൺറാപ്പ് ചെയ്തപ്പോ ഒരു ഗിഫ്റ്റും എനിക്കത് എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതും അതുപോലെ തന്നെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ എന്താണ്. ഫ്രം ആമസോൺ. നമ്മുടെ ഫോട്ടോസ് ഉള്ള കലണ്ടർ. ആദ്യം കണ്ടു തുടങ്ങിയിട്ടുള്ള ചുരിദാറാ? ഇത് മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തയച്ചത് എങ്ങനാണോ? ആണോ? പറ. കാരണം ഞാൻ വന്നേക്കാളും മുമ്പ് നാട്ടിൽ നിന്ന് വന്ന പെട്ടി നീ ഓപ്പൺ ചെയ്തായിരുന്നു. ചുരിദാറോ? എല്ലാരും കൂടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2 അമ്മമാരും. അമ്മച്ചിയുടെ സെലക്ഷൻ. അത് കൊള്ളാലോ. എന്നിട്ട് അമ്മച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ എന്റെ അടുത്ത്. കൊള്ളാൻ നല്ല രസമുണ്ട്, നല്ല കളറ്. ഇത് ഞാൻ ഇട്ട് ഫൈനലില് കാണിക്കാം. അത്രേ ഉള്ളൂ. അതാണോ ഗിഫ്റ്റ്? അപ്പൊ ഇനിയും ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ എന്താന്ന് എനിക്കറിയാൻ പാടില്ല. ഇതുവരെയുള്ള എല്ലാ സർപ്രൈസിനും എനിക്ക് ഓരോ ഹിന്റും ഓരോ ക്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈസി ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് അഗൈൻ ലെറ്റ്സ് സീ. നോക്കാം. ഒരു ക്ലൂ തരാം. തായോ ക്ലൂ താ. ഇവിടെ വീട്ടിലല്ല. വീട്ടിലല്ലേ? ഓഫ് കോഴ്സ് വണ്ടിയില്.
നിന്റെ ഗിഫ്റ്റ് എന്താണോ? നിന്റെ ഗിഫ്റ്റ് എന്താന്ന് എനിക്ക് ഒരു ഗസ്സുമില്ല. എനിക്ക് ഒരു പിടിയില്ല എന്താ ഗിഫ്റ്റ് എന്ന്. വൈക്കടങ്ങിയിട്ട് ആദ്യം തന്നെയായിരുന്നു. ഡോർ ഓപ്പൺ ആക്ക്. അതിന്റെ അകത്തായിരുന്നു ഗിഫ്റ്റ്. പക്ഷെ കാറ് ഓപ്പൺ ആക്കിയാലല്ലേ ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അവൻ കീ എടുക്കാൻ വേണ്ടി മറന്നു. അപ്പൊ നമ്മള് പിന്നെയും വളി കയറാണ്. റൂമിൽ പോയിട്ട് കീ എടുത്തിട്ട് വേണം പിന്നെ താഴെ കയറാൻ. എല്ലാം ഞാൻ താങ്ക് യു പൊന്നാന്ന് പറയണം. പക്ഷെ എല്ലാ ഗിഫ്റ്റും വേറെ 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 ആൾക്കാർ തന്നതായിരുന്നു. ഇതാണ് പൊന്നിന്റെ റിയൽ ബോക്സ്. ഓർമ്മയുണ്ടോ ഈ ബോക്സ്? ഞാൻ പറയുന്നത് എന്നതാണ്. ഇതെനിക്ക് ആ ഗ്ലാസിന്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു. ഇത് ഞാൻ UK-ന്ന് നിനക്ക് ഗിഫ്റ്റ് ഞാൻ ഓസ്ട്രേലിയക്ക് കൊടുത്തയച്ചപ്പോ തന്നു വിട്ട പെട്ടിയാണ്. എന്റെ കൈയൊക്കെ ഇങ്ങനെ തരിക്കണം, ഇങ്ങനെ 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 തുറക്കാൻ. പക്ഷെ വെയിറ്റ് ചെയ്യാം. വാച്ചാണത്? അതിന്റെ ഉള്ളിൽ വേറൊന്നും കൂടി ഉണ്ടല്ലോ. കാർഡ് on your birthday. അത് ഞാൻ പിന്നീട് വായിച്ചോളാം. എനിക്കൊരു ഗസ് ഉണ്ട് എന്താന്ന്. വാച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് മൈക്കാണെങ്കിലും ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. നിന്നോട് ആരത് വാങ്ങിക്കാൻ പറഞ്ഞേ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എല്ലാ വാച്ച് കാണുമ്പോൾ എൻ്റെ അടുത്ത് നീ ചോദിക്കാറുണ്ടല്ലോ, ഈ വാച്ച് നോക്കി അപ്പൊ നോക്കി അത് നോക്കി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയി. കാര്യം എന്താന്ന് വെച്ചാ എനിക്കൊരു ഗസ് ഉണ്ടായിരുന്നു ഇതായിരിക്കും എന്ന്. പക്ഷെ എന്നാലും പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത് ഇത്രയും ഗിഫ്റ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്തത് എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇല്ലാത്ത സമയം വീട്ടിൽ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. എന്നിട്ടും ഇത്രയും അടിപൊളിയാക്കി എനിക്ക് ഒരു ക്ലൂ പോലും കിട്ടാണ്ട് ഇത്രയും അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ താങ്ക് യു പൊന്ന. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തുടക്കം മുതല് ലൈക്ക് ലാസ്റ്റ് വരെ കണ്ടെങ്കിലാണല്ലോ ഇപ്പൊ നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. ഇത് എന്തോരം നീട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ബട്ട് ഇതെന്തായാലും കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും എന്നറിയാം. നിങ്ങൾ ഇത്രയും ക്ഷമയോടെ ലാസ്റ്റ് വരെ കണ്ടതിന് ഒത്തിരി 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 താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ് അൺറാപ്പിംഗ് ജേർണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാത്രേ ഉള്ളൂ. ഞാനത് ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നോ ലൈക്ക് നിങ്ങൾ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ബട്ട് താങ്ക് യു സോ മച്ച്. ഇവിടെ മേടിച്ചു തന്ന ചുരിദാർ ഞാൻ ഓൾറെഡി കാണിച്ചു. ലാസ്റ്റ് അത് ഇട്ടിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഇട്ടിട്ട് കാണിക്കുമ്പോഴേക്കും ഈ വീഡിയോ പിന്നെയും ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറൊരു ഷോർട്ടായിട്ട് ഇട്ട് കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്ക് സ്ട്രേ. ബൈ ബൈ.